ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മാളിലാണ് കേട്ടോ. അതിൻ്റെ പാർക്കിങ്ങിലാണ് നിൽക്കുന്നത്. വണ്ടി പാർക്കിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മാള് എന്നാണ് തിരുവനന്തപുരം മാളിനെ അറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. മിതു ഞാനും നടന്ന് മാളിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാണ്. ഇത് ചേച്ചി ചോദിക്കുന്നത് നിങ്ങൾ എങ്ങോട്ട് പോയതാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിറങ്ങിയിട്ട് മാമനും ചേച്ചിയും കൂടെ മുമ്പ് കൂടെ കയറി, ഞങ്ങൾ പിറകെ കൂടെ കയറി. അങ്ങനെ ആദ്യം തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കയറിയത്. വാങ്ങേണ്ട സാധനങ്ങളും എല്ലാം വാങ്ങി, കഴിക്കാനുള്ള ഫുഡെല്ലാം വാങ്ങിയിട്ട് ഫുഡ് കോർട്ടിലോട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഇവിടെ ചോക്ലേറ്റിനെല്ലാം ഓഫർ കണ്ടു. പക്ഷേ ചോക്ലേറ്റിന് ഓഫർ ഇട്ടത് കണ്ടാൽ എനിക്ക് വാങ്ങാൻ തോന്നുമെങ്കിലും അതങ്ങോട്ട് എനിക്കത്ര ശരിയല്ലെന്ന് തോന്നും. എന്ത് ഓഫറിനിട്ടാലും എനിക്ക് കുറച്ച് മടിയാണ് കേട്ടോ വാങ്ങാൻ. കാരണം ഒന്നുമില്ലാണ്ട് ഒരു കാര്യം ഓഫർ ഇടത്തില്ലല്ലോ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, നമ്മൾ ഡ്രസ്സൊക്കെ ഓഫറിനിട്ടാൽ വാങ്ങുന്നത് പോലെയല്ലല്ലോ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ഓഫറിനിട്ടാൽ വാങ്ങുന്നത്. ഞങ്ങൾ മെയിനായിട്ടും ഈ ഒരു ട്രോളി എടുക്കാൻ കാരണം ലിയമോളെ ഇതിലിരുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ. അങ്ങനെ അവിടെയും ഇവിടെയും കറങ്ങിത്തിരിഞ്ഞ് കാണുകയാണ്. ഞങ്ങൾ ഏകദേശം 7-7:10 ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി 11 മണിക്ക് പോകാമെന്നുള്ള പ്ലാനിങ് ആണ്. മാമനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് മാമൻ പറഞ്ഞു ജോലി കഴിഞ്ഞ് വരാമെന്ന്. മാമന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ഈ മുഴുവൻ വീഡിയോസും എന്നെ എടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത് ചേച്ചിയാണ് കേട്ടോ. ഈ കപ്പ് കണ്ടോ, അതൊക്കെ ഓഫറിന് ഇട്ടേക്കുവാണ്. പക്ഷേ ഒരു പീസിന് 100 എത്രയൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡിൻ്റെ ഐറ്റംസും കാര്യങ്ങളും സ്നാക്സും അവിടെയൊക്കെ പോയിട്ട് വരാമെന്ന് ഓർത്ത് അങ്ങോട്ടേക്ക് പോവാണേ. അതിൻ്റെ ഇടയിൽ ലിയമോക്കും സിദ്ധപ്പനും കൂടെ കട്ട് ഫ്രൂട്ട്സും എല്ലാം നോക്കാൻ വേണ്ടി പോയിരുന്നു. ഇത് കണ്ടോ, ടൊമാറ്റോ ഒക്കെ എന്ത് ക്ലീൻ ആയിട്ടുള്ളത്. ഈ സമയം ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കുന്നുണ്ട്. കാരണം എൻ്റെ അച്ഛൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയുന്ന ആദ്യത്തെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം മരുന്നടിച്ച് വരുന്ന സാധനങ്ങളാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം ഫ്രഷ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഗ്ലാസ് കേക്കും കാര്യങ്ങളൊക്കെ, ചോക്ലേറ്റ് കേക്ക് ഇതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കിയാൽ നല്ല ഭംഗിയില്ല ഇത് കാണാൻ വേണ്ടി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചിപ്സിൻ്റെ ഒക്കെ സെക്ഷനിലോട്ട് വന്ന് അപ്പോൾ അതും ഓരോന്നെടുത്ത് നോക്കുന്നുണ്ട്. വേണ്ടതൊക്കെ വാങ്ങി വെക്കുന്നുമുണ്ട്. ഒരുപാട് ചോക്ലേറ്റ്സിൻ്റെയും സ്നാക്സിൻ്റെയും ഡോണറ്റ്സിൻ്റെയും ഒക്കെ വെറൈറ്റികൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരുപാട് ഫ്ലേവേഴ്സിലായിട്ട് ചോക്ലേറ്റ്സ് ഉണ്ട്. ഞങ്ങൾ ഒരു ചോക്ലേറ്റ് ഡോണറ്റ് വാങ്ങിയിരുന്നേ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കേക്കിൽ വെറൈറ്റി കളക്ഷൻസും കാര്യങ്ങളൊക്കെ തോന്നിയത് നമ്മളെ കോട്ടയം മാളില്ലേ അവിടെയാണ് കേട്ടോ. പിസ്താഷ്യോ, ലോട്ടസ് ക്രീം ഡോണറ്റ്, അങ്ങനെ പലതരത്തിലുള്ള അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നോൺ വെജ് ചിക്കൻ അല്ലാതെ വേറൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഒരു ഞണ്ടിൻ്റെ ഐറ്റംസ്, അതായത് ക്രാബിൻ്റെ ഐറ്റംസ് കണ്ടായിരുന്നു. വേറൊന്നും കണ്ടതായിട്ടില്ല. ഈ കണ്ട കട്ട് ഫ്രൂട്ട്സ് എല്ലാം നിലത്ത് വാരിയിട്ടത് ഞങ്ങൾ തന്നെയാണ് കേട്ടോ. എല്ലാം കയ്യിൽ നിന്ന് തട്ടിപ്പോയതാണ് പിള്ളേരോട്. അപ്പോൾ ഇവിടെ സിദ്ധും ചേച്ചിയെല്ലാം കൂടെ കട്ട് ഫ്രൂട്ട്സ് ഒന്നുകൂടെ എടുക്കുന്നുണ്ട്. അത് അവർ വന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ജാർ കേക്ക്, കപ്പ് കേക്ക്, ഗ്ലാസ് കേക്ക്, അങ്ങനെ ഒരുപാട് തരം ഉണ്ടായിരുന്നേ. അതെല്ലാം ഒന്ന് കണ്ട് നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് മേലോട്ട് പോവുകയാണേ. അപ്പോൾ ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് ബാഗിലൊക്കെ ഉണ്ട് കേട്ടോ.
നിങ്ങളിപ്പോൾ കണ്ടതെല്ലാം ലിയമോളെയും സിദ്ധുവിൻ്റെ ഒക്കെ എൻജോയ്മെൻറ്റ് ടൈമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് രണ്ടുപേരും ഹാപ്പി ആയിരുന്നേ. അത് കഴിഞ്ഞ് ലിയമോളെ കിയോങ് കിയോങ് കുരുവി എന്നുള്ള കാർട്ടൂണിലുള്ള മരം പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നു. അപ്പോൾ ലിയമോൾ അതിനെ നോക്കിയിരിക്കുകയാണ്. ലിയമോൾക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അവിടെ നിന്നും ഇച്ചിരി ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 11 മണിയായി, ലുലുമാൾ ക്ലോസ് ചെയ്യാൻ ടൈമായി കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, ഏകദേശം ഒരു 11:30 ആകുമ്പോൾ ഇത് ക്ലോസ് ആവുകയും അങ്ങനെ മാമനും വന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും. ലിയമോളെ കണ്ണിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ലിയമോളെ കണ്ണ് അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട്, നല്ല ഉറക്കി വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്.